നോമ്പുകാലം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും സൽപ്രവൃത്തികളുടെയും കാലഘട്ടമാണ്. പൊതുവെ നോക്കുമ്പോൾ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കാര്യത്തിൽ വിശ്വാസികൾ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. സൽപ്രവൃത്തികൾ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി നാം കാണുന്നുണ്ടോ എന്ന് സംശയമാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ അന്ത്യവിധിയുടെ രംഗമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. കർത്താവ് പറയുന്നു, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ നഗ്നനായിരുന്നു, രോഗിയായിരുന്നു, കാരാഗ്രഹവാസിയായിരുന്നു, പരദേശിയായിരുന്നു, നീ എന്ത് ചെയ്തുവെന്ന്. ഇടതും വലതും നിൽക്കുന്നവർ കൊടുക്കുന്ന മറുപടി നമുക്ക് പരിചിതമാണ്. ഈ എളിയവരിൽ ഒരുവൻ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ആ വചനത്തിൻ്റെ വ്യാപ്തിയും ആഴവും സൗകുമാര്യവും പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. കർത്താവ് എളിയവരിൽ ഒരുവനായി വരുമ്പോൾ നാം എന്ത് ചെയ്യുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. യേശുവിൻ്റെ കഥകളിൽ ഏറ്റവും ആകർഷകമായ കഥകളിലൊന്നാണ് സമറയാക്കാരൻ്റെ കഥ. സമറയാക്കാരൻ്റെ കഥയിലും നാം മറന്നുപോകുന്ന കഥാപാത്രങ്ങളുണ്ട്. ആദ്യത്തെ കഥാപാത്രം കൊള്ളക്കാരാണ്. അവരെപ്പറ്റി സാധാരണഗതിയിൽ വചനവിചിന്തനം നടത്തുന്നവർ പറയാറേയില്ല. പുരോഹിതനെയും ലേവായനെയും വിപുലമായി ചിത്രീകരിക്കുമ്പോഴും കൊള്ള ചെയ്യുന്ന മനുഷ്യർ ഇന്ന് കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പാവങ്ങളുടെ വിഭവങ്ങൾ പോലും കൊള്ള ചെയ്യുന്നത് വികസനത്തിൻ്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിലേക്ക് കാലേ വരാം. സമറയാക്കാരൻ്റെ കഥയിലെ കൊള്ളക്കാർ, അവരുടെ മനോഭാവം ഒന്ന് നോക്കൂ. നിനക്കുള്ളത് എനിക്കാണ് എന്ന് പറഞ്ഞ് ഒരുവൻ്റെ ജീവൻ പോലും എടുക്കാൻ അവർ സന്നദ്ധരായി കിട്ടിയതെല്ലാം കൊണ്ട് സ്ഥലം വിട്ടു. യാത്രികനെ അടിച്ചവശനാക്കി വഴിയരിയിലിട്ട സംഭവം. പുരോഹിതനും ലേവായൻ്റെയും മനോഭാവവും പലപ്പോഴും നമുക്കുമുണ്ട്. എനിക്കെൻ്റെ കാര്യം, അവൻ്റെ കാര്യം. നാം ചെയ്യുന്ന പാപങ്ങൾ അധികവും ഉപേക്ഷയാൽ ചെയ്യുന്ന പാപമാണ്. അനുതാപ കീർത്തനത്തിൽ വാക്കാലും പ്രവൃത്തിയാലും പാപം ചെയ്തു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഉപേക്ഷയാൽ ചെയ്യുന്ന പാപമാണ് ഇന്ന് പെരുകി വരുന്നത്, പ്രത്യേകിച്ച് വിശ്വാസികളിൽ. നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം ചെയ്യാതെ പോകുന്ന സാഹചര്യം. ഇവിടെയാണ് സമറയാക്കാരൻ്റെ കഥ ഏറ്റവും പ്രസക്തമാക്കുന്നത്. ആ കഥാപാത്രത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കാം: എനിക്കുള്ളത് നിൻ്റേതു കൂടിയാണ്. ആ വലിയ മനസ്സാണ് വിശുദ്ധിയുടെ മനസ്സായി യേശു ചിത്രീകരിക്കുകയും അയൽക്കാരനോടുള്ള സ്നേഹത്തെ വിപുലീകരിക്കുകയും ചെയ്യുന്നത് ആ സമറയാക്കാരൻ്റെ കഥയിലൂടെ. ആ സമറയാക്കാരൻ ചെയ്ത, സമൂഹം മുഴുവനും തിരസ്കരിച്ച ആ വ്യക്തിയുടെ മനോഭാവം നമുക്ക് മാതൃകയായി യേശു കാട്ടുന്നത്. യഹൂദർ സമറയാക്കാരെ ഒരിക്കലും വാഴ്ത്താറില്ല. യേശു വാഴ്ത്തുക മാത്രമല്ല, അവനൊരു റോൾ മോഡലായി നമുക്ക് കാട്ടിത്തരികയും ചെയ്യുന്നു. സമറയാക്കാരൻ്റെ കഥ അവസാനിക്കുന്നിടത്തും ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. അവൻ പറയുന്നത്, ഇനി എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാമെന്ന്. ഈ കഥയിലെ കഥാതന്തുവിൽ ഏറ്റവും പ്രധാനം അക്കമ്പനിമെൻറ്റ് റോൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ചെയ്തു കടന്നു പോവുകയല്ല, സുരക്ഷിതമായി അവനെ തിരികെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനും ഈ മനുഷ്യൻ സന്നദ്ധനാവുകയാണ്. സൽപ്രവൃത്തികളുടെ പ്രാധാന്യം വീണ്ടും നാം ഓർക്കുക. 2018 പ്രളയത്തിൻ്റെ കഥ. ഓഖി ദുരന്തം പേറിയ ഒരു മീൻപിടുത്തൽ സമൂഹമാണ് ഏതാണ്ട് 500 വള്ളങ്ങളിലായി 60,000 പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയതെന്നുള്ള നല്ല സമറിയാക്കാരനായി മാറിയ സംഭവവും
കാലത്തിൻ്റെ അടയാളങ്ങളായി നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥനയോടും ഉപവാസത്തോടുമൊപ്പം തന്നെ ഉപവാസത്തിൻ്റെ ഓരോ ദിനങ്ങളിലും, നൊയിമ്പ് കാലത്തിലെ 40 ദിവസങ്ങളിലും ഒരു ദിവസം ഒരു ചെറിയ നന്മയെങ്കിലും ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.